മഹാനായ കുത്തുബുസ്സമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിസാലിന് ശേഷം, അവിടുന്ന് നമ്മളിൽ നിന്ന് മാറി നിന്നതിന് ശേഷം കുറച്ച് പേര് മഹാനായ നായിബ് കുത്തുബുസ്സമാൻ്റെ ആ നേതൃത്വത്തെ, മഹാനായ കുത്തുബുസ്സമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കായി കനിഞ്ഞു നൽകിയ ആ നേതൃത്വത്തെ അംഗീകരിക്കാൻ സാധിക്കാതെ മാറി നിന്ന കുറച്ച് പേരുണ്ട്. അതിൽ നിന്ന് വിട്ടു നിന്നു. ഏതുപോലെ പണ്ട് ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് എല്ലാവരോടും കൽപ്പിച്ചപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ആര്? ഇബ്ലീസ് മാറിന്നു. അവൻ്റെ പിന്മുറക്കാരായ കുറച്ച് ആളുകൾ മാറിന്നു. അവരെ പേരുകൾ കുറച്ചൊക്കെ ഓൾറെഡി പരാമർശിക്കപ്പെട്ടു. ഞാൻ ഈ രേഖകളെല്ലാം ഇവിടെ വായിച്ചു തീർക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കൽ നിർബന്ധമല്ലേ? വേണ്ടേ? എത്ര കൊല്ലായി തുടങ്ങിയിട്ട്? 5.5 കൊല്ലായില്ലേ? നമ്മളാരെങ്കിലും വന്നിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ഇല്ല. 5 പേരാണ് ഇതിൽ ആദ്യമായിട്ട് കാര്യമായിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കളിക്കുന്നത്. അതിന് ആ ആളുകളെ പേര് ഞാൻ ആദ്യം തന്നെ പറയാം. കെ ഹംസ മൗലവി, 54 വയസ്സ്. ഇപ്പം അതിലും വയസ്സ് കൂടിയുണ്ട്, 5 കൊല്ലായി. മുഹമ്മദ് കുഞ്ഞിബാവ ഉസ്താദ്, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഇയാട്, ചൊറീക്ക എന്നൊക്കെ പറയും അയാളെ. അബ്ദുറഹീം മുസ്ലിയാർ വളപുരം, സൺ ഓഫ് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയപ്പെടുന്നു. സയ്യിദ് അലവി മൗലവി, 67 വയസ്സ്, സൺ ഓഫ് ഫക്രുദ്ദീൻ. മുസ്ലിയാരൊന്നുമില്ല. അപ്പം ഈ 5 ആളുകളെ ഓർത്തു വെക്കുക. ഓക്കെ, ഈ 5 ആളുകളെ ഓർത്തു വെക്കുക. ഇനി അവർ ഒരു പവർ ഓഫ് അറ്റോർണി, അഥവാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി, മുക്തിയാർ കൊടുക്കുക എന്ന് പറയും. അതായത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരാളെ നിയമപരമായിട്ട് ഏൽപ്പിക്കുന്ന പരിപാടിയാണ് ഈ മുക്തിയാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. ആ ഒരു സാധനം ആണ് ഈ കാണുന്ന പേപ്പർ. അതിലെന്താണ് എഴുതിയതെന്നുള്ളത് കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങൾ ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം. Being the founder, trustees and executive members, we have to attend the meeting and perform all other activities relating to the trust. It has become impracticable for us to be present in person at Ernakulam and to attend the trust board meeting and do all acts, deeds and things relating to the trust, and thus it has become imminently necessary to appoint a power of attorney holder to do the following acts, deeds and things on our behalf. അതിലത് അവർ പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എറണാകുളം വരെ വരാൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കൽ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ഏത് മീറ്റിംഗ്? നോട്ട് ദ പോയിന്റ്. മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കൽ വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വയസ്സന്മാരൊക്കെ ആയത് കാരണം ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് വരൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കാണ്, ഒരാളെ പവർ ഓഫ് അറ്റോർണി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യാണ്. അതിൻ്റെ ശേഷം ഇതേ ഡോക്യുമെൻറ്റിൽ ഒരു 9 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അയാൾക്ക് കൊടുത്ത കുറേ അധികാരങ്ങളുണ്ട്. അതിൽ ഏഴാമത്തായിട്ട് പറയുന്നു, ടു റെപ്രസെൻ്റ് us ബിഫോർ എനി കോർട്ട്, ട്രിബ്യൂണൽസ്, ഫോറംസ് ആൻഡ് ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് അതോറിറ്റീസ് or in the Honorable High Court of Kerala or in the Honorable Supreme Court of India, and to appear for us in all cases, suits or partitions relating to the above institutions that may be instituted in future. അതായത് ഇപ്പോഴും അല്ലെങ്കിൽ ഭാവിയിലേക്ക് വരുന്ന എല്ലാ കാര്യത്തിലും കോടതികളിലും, അതായത് ഇവിടെയുള്ള കോടതികളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും അടക്കം ഞങ്ങൾക്ക് വേണ്ടി ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പറയപ്പെടുന്ന പവർ ഓഫ് അറ്റോർണിയെ ഏൽപ്പിക്കുന്നു. ഇനി പവർ ഓഫ് അറ്റോർണിയുടെ പേര് കേൾക്കുക, ഷിഹാബ് കാട്ടേത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പവർ ഓഫ് അറ്റോർണി. ഇനി നമുക്ക് നേരെ പോയിന്റിലേക്ക് വരാം. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കണില്ല, കുറേ കഥ പറഞ്ഞിട്ട്. കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അവർ പറയും, ഇനിയിപ്പോൾ ഷിഹാബ് കാട്ടേത്ത് തട്ടിപ്പുണ്ടാക്കി ചെയ്തതാണ് ഈ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന 5 കള്ളന്മാരെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ പരിസരത്തുള്ളവന്മാരാണ്. ഈ 5 ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ഇനി റെക്കോർഡുള്ള സാധനമാണ്, ഇതങ്ങോട്ട് പോകുന്നില്ല. വേണമെങ്കിൽ രണ്ടാമതും പ്ലേ ചെയ്ത് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ ഇവന്മാർ 5 ആലുവ മുൻസിഫ് കോർട്ടിൽ ഹാജരാക്കിയ അന്യായമാണ്. OS 465 2019 ഫസ്റ്റ് സാധനം. അതിലവർ പറയുന്നുണ്ട് ഒരു കാര്യം. എന്ത്? അതിൻ്റെ രണ്ടാമത്തെ അന്യായത്തിൻ്റെ രണ്ടാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, 1-ാം പ്രതി ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത കാലം മുതൽ വാദികൾ 1-ാം പ്രതി ട്രസ്റ്റിൻ്റെ ബോർഡ് അംഗങ്ങളാണ്. ഞങ്ങൾ പഴയ വലിയ സൂപ്പർ സ്റ്റാറുകളാണെന്നാണ് പറയണത്.
വാദികൾക്ക് വേണ്ടി അന്യായം ഫയൽ ചെയ്യുന്നതിന് ട്രസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന മുക്തിയാറുകാരനെ നിയമിച്ചിട്ടുള്ളതും ടി മുക്തിയാറിൻ്റെ കോപ്പി അന്യായത്തോടൊപ്പം ഹാജരാക്കിയിട്ടുള്ളതുമാണ്. അതായത് ഈ പറയുന്ന അന്യായം ഫയൽ ചെയ്ത സമയത്ത് ഇപ്പം ഞാൻ കാണിച്ച സാധനമല്ലേ ഫസ്റ്റ്, ഇതും കൊണ്ടുപോയിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പറയേ ഇത് യുവന്മാർ ചെയ്യാണ്ട് പറ്റുമോ? പറയേ. അപ്പം ആ പരിപാടി അവിടെ തീരുമാനമായി. എന്താ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വഴിയേ പറയാം. ഒന്നും അറിയില്ല, പാവങ്ങളാണ്. പാവങ്ങളെ കൈക്ക് വെറുതെ പറഞ്ഞു പോവല്ല, രേഖകൾ കാണിച്ചിട്ടാണ് ഈ പറയുന്നത്. വെറുതെ വായ കൊണ്ട് ബടായി വിട്ട് പോകാന്നല്ല ഇവിടെ ഉദ്ദേശിക്കണേ. നായിബ് ഖുതുബുദ്ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ പറഞ്ഞയച്ചത് വെറുതെ അല്ല. ഉള്ള 5.5 കൊല്ലമായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്. ആ കാര്യം ഇവിടെ തുറന്ന് പറഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാഹ് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരടുത്ത പരാതിയായിട്ട് വന്ന് ഏത് ഈ പറയുന്ന മുക്തിയാറുകാരനൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ അറ്റാക്ക് ജീലാനി ഷെരീഫിനെതിരെ ഫസ്റ്റ് അറ്റാക്ക് എന്താണെന്നറിയോ? അതായത് ഇവർ 5 ആൾക്കാരാണല്ലോ. ഇവനാരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നു ജീലാനി ഷെരീഫിൽ? അറിയോ? ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നു അവന്മാര് ജീലാനി ഷെരീഫിൽ വരണ്ടാന്ന് പറഞ്ഞിട്ട്? ഇല്ല. സ്വയം പുറത്തു പോയിട്ട് പറയാണ് ബോർഡിൻ്റെ തീരുമാനമില്ലാതെ, അതായത് ഇവരടക്കമുള്ള ആൾക്കാരെ തീരുമാനമില്ലാതെ 8/12/2019 തീയതി പരിപാടി സംഘടിപ്പിക്കാൻ പ്രതികൾ ശ്രമിക്കുന്നത് നിയമവിരുദ്ധവും ട്രസ്റ്റ് ആധാരത്തിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്. 8/12/2019 നടക്കുന്ന ഒരു പരിപാടി മുടക്കണം. അതാണ് ഇവരുടെ ഫസ്റ്റ് പ്ലാൻ. അതിനു വേണ്ടിയിട്ട് അതേ സമയം തന്നെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ജീലാനി ട്രസ്റ്റ് ആലുവ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ട്രസ്റ്റിൻ്റെ ലെറ്റർ പേഡ് കട്ടുകൊണ്ടുപോയിട്ട് അതിൽ തന്നെയാണ് എഴുതി കൊടുത്തേക്കണം. എന്തു പറഞ്ഞിട്ട്? ഞാൻ അവിടുത്തെ വലിയ സെക്രട്ടറിയാന്ന് പറഞ്ഞിട്ട് ഹംസ മൗലവീൻ്റെ പേരിലാണ് കൊടുത്തേക്കണം. ബാക്കിയുള്ള 5 കള്ളന്മാരും ഉണ്ട് ഇതിൻ്റെ സൈഡിൽ ഒപ്പിട്ടിട്ട്. എന്താ പരാതിയിൽ പറയുന്നറിയോ? വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിനെതിരെ? ഒരു പരിപാടിക്കെതിരെയാണ് ആര് ഇതുണ്ടാക്കണത്? ഇവർ പരാതി കൊടുത്തേക്കണം. ആ പരിപാടിനെ കുറിച്ച് അവർ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ? ട്രസ്റ്റിലെ ചില മെമ്പർമാർ മാത്രം ചേർന്ന് ഈ വരുന്ന 8/12/2019 8-ാം തീയതി ഒരു വിഭാഗം ആളുകൾ ചേർന്ന് നാളിതുവരെ ഇല്ലാത്ത പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. നാളിതുവരെ ഇല്ലാത്ത പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. എന്താണെന്നറിയോ ആ പുതിയ പരിപാടി നവന്മാർ ഉദ്ദേശിച്ചത്? ജീലാനി ഷെരീഫിൽ എല്ലാ റബീഉൽ ആഖിർ 11-നും മഹാനായ ഔസുലുള്ളപ്പാപ്പയുടെ ആണ്ട് ദിവസം കൊടി ഉയർത്തും. ആണോ അല്ലേ? അതാണ് ഈ പുതിയ പരിപാടി. മനസ്സിലായ? എന്നിട്ട് ജീലാനി ഷെരീഫിലെ കൊടി കയറ്റം മുടക്കണം. എന്നിട്ട് ഇവൻ്റെ ഈ മങ്കേരി ഷെയ്ഖ് ജിലാനി അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഈ മങ്കേരി എന്ന് പറഞ്ഞ കുന്നിൻ്റെ മേലെയുള്ള കൊടിയേറ്റുന്നൊരു കുഴപ്പമില്ല, സെയിം പരിപാടിയാണ്. അത് നല്ല പരിപാടിയാണ്. ജീലാനി ഷെരീഫിൽ നടക്കുന്ന പരിപാടി എന്താണ്? മോശം പരിപാടി, പുതിയ പരിപാടി, ചില ആളുകൾ ചേർന്നിട്ടുണ്ടാക്കുന്ന പുതിയ പരിപാടി. ആദ്യം തന്നെ ചെയ്തത് ഔസുലുള്ളപ്പാപ്പയുടെ നേരൊക്കെ കയറിയത് ശൈത്താന്മാർ. എന്താ സംശയം? നോക്കിക്കോ, ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. ഇപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് 10 മണി വരെ പറയേണ്ടി വരും, സമയമില്ല. ആദ്യം തന്നെ ഔസുലുള്ളപ്പാപ്പക്ക് നേരെ കയറിയത് എവിടെ? പരിശുദ്ധമാക്കപ്പെട്ട ജീലാനി ഷെരീഫിൽ. അവിടെ വന്നിട്ട് അവിടുത്തെ ഉപ്പും ചോറും തിന്ന് വലുതായ യുവന്മാർ. അതിൻ്റെ വേറെ സാധനമുണ്ട്, ഇൻഷാ അല്ലാഹ് ബാക്കിൽ ഡീറ്റെയിലേക്ക് പോവാം. ആ പറയുന്ന ആളുകൾ ഇപ്പോൾ അവരെക്കുറിച്ചുള്ള മഹിമകളൊക്കെ നമ്മളെ മുമ്പിൽ ഉണ്ടായിരുന്ന സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറഞ്ഞു പോയാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് ആ കേസ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഏത്? ഈ OS 465 എന്ന് പറയുന്ന സാധനം മുൻസിഫ് കോടതിയിൽ തീരുമാനമാവാതെ തുടരുന്നുണ്ട്. കാരണം ഇവർ ഏൽപ്പിച്ച പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ മുക്തിയാറുകാരൻ. അദ്ദേഹം പലവിധ പരിപാടികളിൽ ജീലാനി ഷെരീഫിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായത് കാരണം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞതിനുടനെ അവന് അതേ കേസിൽ അവൻ പറഞ്ഞിട്ടുണ്ട്, അതെ ഞാൻ മുക്തിയാറുകാരനാണ് കേട്ടോ, ഇതിനൊക്കെ തെളിവുകളുണ്ട്, തെളിവില്ലാതെ സംസാരിക്കല്ല, അങ്ങനെ വല്ല ആൺകുട്ടികളും ഉണ്ടെങ്കിൽ വന്ന് തെളിയിക്കടാ. OS 242 അടുത്ത സാധനമായിട്ട് വന്നേക്കാണ്. ഇതാണ് അതിലേറെ വലിയ വേദനാജനകമായ. ഇവന്മാരെ ഖലീഫ എന്ന് പോയിട്ട് അധികം പറയണല്ലോ. അതിലെ അവര് ആ അന്യായം ആലുവ മുനിസിപ്പൽ കോർട്ടിൽ അടുത്ത ഹാജരാക്കിയ അന്യായത്തിന്റെ 3-ാമത്തെ ഖണ്ഡികയിൽ എന്താ പറയുന്നത് അറിയോ? 3-ാമത്തെ ഖണ്ഡികയും 5-ാമത്തെ ഖണ്ഡിക അതിലെന്താ പറയുന്നതെന്നറിയോ? മഹാനവറിലെ വിസാലിനോടനുബന്ധിച്ചുള്ള സംഭവത്തിനെ പറ്റിയിട്ടാണ് അവർ പറയണത്. അതായത് ചെയർമാനായ യൂസുഫ് സുൽത്താൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് മാത്രമാണ് ഇത് ഞാൻ ഇതിലുള്ളതുപോലെ വായിക്കാം കേട്ടോ.
പള്ളിക്കടുത്തുള്ള മുസ്ലിം ഭവനം, ഏത് ജീലാനി പള്ളിക്കടുത്തുള്ള മുസ്ലിം ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹാനവറുടെ വീട് മാത്രമാണ്. ഈ വീട്ടുകാർ മാത്രമാണ് ഈ പള്ളിയുമായി സഹകരിക്കുന്നത്. ഈ ട്രസ്റ്റിൻ്റെ വസ്തുവകകൾക്ക് 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 5 നിയമപ്രകാരമുള്ള ഖബർസ്ഥാനുണ്ട്. ഈ ട്രസ്റ്റും പള്ളിയും ഒരു മഹല്ലായി നിശ്ചയിച്ചിട്ടില്ലാത്തതാണ്. അന്യായ പട്ടികയിൽ ഖബറടക്കാനും ആർക്കും അവകാശമില്ലാത്തതും ആയതിന് നിയമപ്രകാരം അനുവാദവും ഇല്ലാത്തതാണ്. എവിടെ? ജീലാനി ഷെരീഫിൽ ആരെയും ഖബറടക്കാൻ അനുവാദമില്ല. അതുപോട്ടെ, മുൻ ചെയർമാൻ യൂസുഫ് സുൽത്താൻ അവിടെ നിന്ന് വിട പറഞ്ഞപ്പോൾ ടിയാൻ്റെ മയ്യത്ത് അന്യായ പട്ടികയിൽ അടക്കം ചെയ്യാൻ വന്നപ്പോൾ നാട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇനി വേറെ ഒരു മയ്യത്തും ഇവിടെ കബറടക്കില്ലെന്ന വ്യവസ്ഥയിലാണ് മുൻ ചെയർമാൻ്റെ മയ്യത്ത് കബറടക്കിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ആ ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്ന് കൈപൊക്കിയേ. എത്ര പേരുണ്ടായി? ഉണ്ടായോ? അവിടെ ഉണ്ടായോ? മഹാനവറുള്ള ആ ദിവസം ഉണ്ടായിരുന്നോ? അവിടെ നമ്മളിത് മാറിയ ദിവസം അവിടെ നാട്ടുകാരെങ്കിലും വന്ന വല്ല പ്രശ്നം ഉണ്ടാക്കിയ? ഇവനാരാ? കള്ളനല്ലവൻ. എന്താണ് ഇവനെ ചെയ്യേണ്ടത്? ഞങ്ങള് എടാ, നാണമുണ്ടെങ്കിൽ വന്ന് പറയടാ, അല്ലെങ്കിൽ നിന്റെ വാപ്പാടെ പേര് വെച്ച് തിന്ന്. അല്ലാതെ മഹാനായ ഖുത്ബുസ്സമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വെച്ച് തിന്നാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. അത് പേടിക്കണ്ട. മഹാനായ നായിബ് ഖുത്ബുസ്സമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണെങ്കിൽ നിനക്കൊക്കെ തരാനുള്ള മുട്ടായി നല്ല രീതിയിൽ തന്നിട്ട് നിന്റെ സമയം ഇവിടുന്ന് കഴിഞ്ഞു പോകും. അത് നീ പാറകല്ലുമേൽ എഴുതി വെച്ചോ.